ഇന്ന് ലഞ്ചിന് ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ എന്നും എല്ലായ്പ്പോഴും കഴിക്കുന്ന ടേസ്റ്റിൽ നിന്നും മാറിയൊക്കെ ചെറിയൊരു പരീക്ഷണം നടത്താറുണ്ട് കേട്ടോ. എൻ്റേതായ കോൺട്രിബ്യൂഷൻ അല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കറികളിൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന നമുക്കിഷ്ടപ്പെട്ട ചിലപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ കാച്ചിങ് ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ മെമ്മറിയിൽ എടുത്ത് വയ്ക്കും. അതൊന്ന് പരീക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ ഞാൻ വേറൊരു തരത്തിലാണ് വെച്ചത്. അതായത് ഇച്ചിരി സവാളയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും 4 മണി കുരുമുളകും കൂടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചട്ടിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് വഴണ്ട് വരുമ്പോൾ തക്കാളിയിലെ വെള്ളവും സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ആ ഒരു പച്ചമണം പോവും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ പെരിഞ്ജീരക പൊടിയും പിന്നെ അല്പം ഉലുവപ്പൊടിയും ഒക്കെ കൂടെ ചേർത്ത് അതിൻ്റെയും കൂടെ പച്ചമണം പോകണ വരെ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് വഴറ്റി കൊടുക്കും കേട്ടോ. ഇതുപോലെ ഒന്നല്ല കേട്ടോ. ഇതുപോലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടി പൊട്ടി തെറിച്ച് പോവും. നമ്മൾ പിന്നെ 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, ഒന്ന് ഷോർട്ടാക്കണമല്ലോ, അതുകൊണ്ട് സ്പീഡിലിട്ടിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ആ ചട്ടി തന്നെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉള്ളി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അരപ്പും കൂടെ ഒരല്പം നേരം കൂടെ ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് നമ്മൾ അതിനെ വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊരു നിറം മാറും. അതുപോലെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ആവും. ആ സമയത്ത് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കഴുകിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ എത്രയാണോ നമുക്ക് കറിയുടെ ലൂസ് വേണ്ടത് അത്രയ്ക്കും നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് വെക്കുന്നത്. അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളകല്ല കൊടപ്പുളി ഞാനിവിടെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഒന്നല്പം നേരം മൂടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. മൂടി അടച്ചും തുറന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് കുറുകി വന്നപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക്. വേറൊരു ടേസ്റ്റാണ്. കുറുകി വന്നപ്പോൾ ബാലുവിന് അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണം എന്ന് ഒരാഗ്രഹം. ശരിക്കും പറഞ്ഞാൽ തേങ്ങയെ വേണ്ട കേട്ടോ. തേങ്ങ വേണ്ടാണ്ട് കറി വെക്കാനുള്ള ഈസി മെത്തേഡാണ് ഇതെന്ന് എനിക്ക് തോന്നി സദ്യകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യണേന്ന്. എന്നാലും ബാലു ഒരു ഇഷ്ടം പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബാലു തന്നെയാണ് തേങ്ങാപ്പാലൊക്കെ എടുത്തു തന്നത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വിട്ട് അടിപൊളി കറിയാണ്. അപ്പോൾ പിന്നെ ചെമ്മീൻ വെക്കുമ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ ചെമ്മീൻ വട വേണമെന്നുള്ളത്. അല്പം പരിപ്പിട്ടിട്ട് ഞാൻ ചെമ്മീൻ വടയും തയ്യാറാക്കിയെടുത്തു. അടിപൊളി കുശാലായിട്ടുള്ള ഒരു ഊണാണ് എനിക്കും ബാലുവിനും ഇന്നുണ്ടായിരുന്നത്.